ഹായ് നമസ്കാരം. ഡ്രീം മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഫിറ്റ്നസ് സെൻറ്ററിലാണ് നമ്മളുള്ളത്. സൺറൈസ് ഫിറ്റ്നസ് സെൻറ്ററിലാണുള്ളത്. അതിൻ്റെ മാനേജിംഗ് ഡയറക്ടറായ ജിത്തുവിനെയാണെന്ന് നമ്മളുടെ ഫിറ്റ്നസ്സിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ നമുക്ക് ജിത്തുവിനോട് തന്നെ ചോദിച്ചറിയാം. ഹായ് ജിത്തു, എന്തുണ്ട് വിശേഷമൊക്കെ? നല്ല വിശേഷം ചേട്ടാ. ഇതിപ്പോൾ സൺറൈസ് നമ്മൾ എവിടെയാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത്? സൺറൈസ് നമുക്ക് വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാങ്കായ്ക്കവലയാണ്, ഉദയംപേരൂർ മാങ്കായ്ക്കവല ബസ് സ്റ്റോപ്പിൽ തന്നെയാണ്. അതായത് നമ്മുടെ പൂത്തോട്ട വൈക്കം റൂട്ടിൽ തൃപ്പൂണിത്തുറ നിന്ന് വൈക്കം അല്ലേ? തൃപ്പൂണിത്തുറ നിന്ന് വൈക്കം റൂട്ടിൽ ഉദയംപേരൂർ നടക്കാവ് എത്തണേക്കാൾ മുമ്പ് മാങ്കായി എന്ന് പറഞ്ഞ ജംഗ്ഷൻ ഉണ്ട്, അവിടെ നിന്ന് റൈറ്റ്. അപ്പം നമ്മളിനി ഫിറ്റ്നസ്സിലേക്ക് കിടക്കാം. ഓക്കെ. എത്ര വർഷമായി ഇപ്പോൾ ഈ സൺറൈസ് സ്റ്റാർട്ടപ്പ് ചെയ്തിട്ട്? സൺറൈസ് ഇപ്പോൾ ഈ ജനുവരി 26 വരുമ്പോൾ 8 വർഷം തികയാണ്. പിന്നെ നമ്മുടെ ഈ സൺറൈസിൽ എന്തൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ ഫെസിലിറ്റീസ്? നമ്മുടെ ഇവിടുത്തെ ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മുടെ ഇവിടുത്തെ ഒരു മെയിൻ ഏരിയ എന്ന് പറഞ്ഞ ടൗൺ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൈറ്റിലയാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റില വരെ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് എക്യുപ്മെൻറ്റ്സ് ഇൻക്ലൂഡിങ് കാർഡിയോ അത് ചെയ്തേക്കണ ഒരേ ഒരു ജിമ്മ് സൺറൈസ് ഫിറ്റ്നസ് സെൻറ്റർ മാത്രമാണ്. അതും എല്ലാം അമേരിക്കൻ മെഷീൻസാണ്. നമ്മുടെ ബോഡി സോളിഡ് എന്ന് പറയും. നോർമൽ അത്യാവശ്യം ഫിറ്റ്നസിനെ പറ്റി അറിയാവുന്നവർക്ക് ഭയങ്കര സുപരിചിതമായ ഒരു മെഷീനാണ് ബോഡി സോളിഡ്. ഓക്കെ. ഇപ്പോൾ മെഷീൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, എന്തൊക്കെ ട്രെയിനിങ്സ്? അത് ഇപ്പം താങ്കൾ തന്നെയാണ് ട്രെയിനിങ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ് അല്ലേ? കൂടുതൽ ഇവിടെ ഫാറ്റ് നമ്മളൊരു റെഡ്യൂസ് ചെയ്യുന്നുണ്ടോ? നമ്മളൊരു ഫാറ്റ് ലോസ് എന്നുള്ള രീതിയിൽ മാത്രമല്ല, ശരിക്കും പറഞ്ഞ ഒരു ലൈഫ് ഫിറ്റ്നസ് അതാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് ആക്ടിവിറ്റി ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമായിട്ട് വരുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ വെച്ച് ഒരുപാട് ജങ്ക് ഫുഡ് ആയാലും അതേപോലെ എല്ലാവർക്കും ഇരുന്നുള്ള വർക്കുകളാണ് ഏറ്റവും കൂടുതൽ. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ ആക്ടിവിറ്റി മസ്റ്റായിട്ട് ചെയ്യണം. അപ്പോൾ അതേപോലത്തെ ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ വരാതിരിക്കാനുള്ള രീതിയിലും അങ്ങനെ ഒരു ആക്ടിവിറ്റിയാണ് ഞങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യണം. എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, അതാണ് ഞങ്ങളുടെ ഫുൾ സർവീസ്. അതാണ് സൺറൈസിന്റെ ഒരു പ്രത്യേകത അല്ലേ? അതെ, എല്ലാവരും ഹെൽത്തി ആയിരിക്കും അല്ലേ? ഇതിനൊരു ടൈം പീരീഡ്സ് ഉണ്ടോ? നമ്മൾക്ക് ഇപ്പോൾ രാവിലെ എത്ര മണിക്കാണ് ഓപ്പൺ ആക്കുന്നത്? രാവിലെ നമുക്ക് 6 മണിക്കാണ്. 6 മണി തൊട്ട് ഉച്ചയ്ക്ക് 12 മണി വരെയും, അതുപോലെ തന്നെ ഈവനിങ് ആകുമ്പോൾ 4 മണി തൊട്ട് രാത്രി 9 മണി വരെ, അങ്ങനെയാണ്. ഇവിടെ എന്തൊക്കെയാ ട്രെയിനിങ് ഉണ്ടല്ലോ ഇവിടെ? നമ്മൾ മെയിനായിട്ട് സ്ട്രെങ്ത് ട്രെയിനിങ് എന്നാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. എക്യുപ്മെന്റ്സ് എല്ലാം നമ്മൾ ഇട്ടേക്കണം. അതുകൊണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ആദ്യം പറഞ്ഞ പോലെ തന്നെ ഏത് ഏജിലുള്ള ആൾക്കാർക്കും, കാരണം കൂടുതലും ഞാൻ കണ്ടുവന്നേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എബോവ് 40 ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു ആക്ടിവിറ്റി എന്താ പറയുക കാർഡിയോ ചെയ്യണമെന്ന് മാത്രം പറഞ്ഞ് പല ആൾക്കാരും വരാറ്. പക്ഷെ അവരോട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു ഏജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട നിങ്ങളുടെ തേയ്മാനങ്ങളും അങ്ങനെയുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ആത്രൈറ്റിക്സ് പോലുള്ള കാര്യങ്ങൾ വരാതിരിക്കണമെങ്കിൽ മസിൽ സ്ട്രെങ്ത്തും വേണം. അതിനുള്ള എക്യുപ്മെന്റ്സ് ആണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ വെയിറ്റ് തൊട്ട് നമുക്ക് അതിന് പറ്റിയ എക്യുപ്മെന്റ്സ് ആണ് നമ്മളോട് ഫുള്ള് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ പ്രോപ്പർ സ്ട്രെങ്ത് ട്രെയിനിങ് ഉള്ള മെഷീൻസ്, റെസിസ്റ്റൻസ് ഉള്ള മെഷീൻസ് തന്നെ വേണം. അതിപ്പോൾ നമുക്ക് ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റഷ് വന്നാൽ പോലും മെയിൻറ്റെയിൻ ചെയ്യാൻ പാകത്തിന് നമ്മൾ എല്ലാ മെഷീൻസും 2 എണ്ണം വീതം എന്നുള്ള രീതിയിലാണ് ഫുള്ള് ചെയ്തേക്കുന്നത്. നമ്മൾ ഏകദേശം 2500 സ്ക്വയർ ഫീറ്റിലാണ് ജിമ്മ് ചെയ്തേക്കുന്നത്. അപ്പം നമ്മൾ ഫുൾ AC, ഫുൾ എയർ കണ്ടീഷനല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ശ്രദ്ധിച്ചറിയാൻ പറ്റും, പുറം രാജ്യങ്ങളിൽ, തണുപ്പുള്ള രാജ്യങ്ങളിൽ ഒബേസിറ്റി എന്ന് പറഞ്ഞ കാര്യം വളരെ കുറവാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ തണുപ്പിനോട് ചേർത്തുകയാണെങ്കിൽ ബോഡിക്ക് എക്സ്ട്രാ എനർജി വേണം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെറുതെ എക്സോസ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ എന്താ പറയുക ചൂട് ഒരുപാട് ഉണ്ടെങ്കിൽ നമ്മൾ ബോഡി എക്സോസ്റ്റ് ആയിട്ട് ഡീഹൈഡ്രേറ്റ് ആയിട്ട് നമ്മുടെ ആരോഗ്യം ആ ഒരു എനർജി പോവുള്ളൂ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പകരം നമ്മൾ ചെയ്യണ ആക്ടിവിറ്റിക്ക് മാത്രമേ നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡി ബേൺ ഔട്ട് ആവാൻ പാടുള്ളൂ. അതിനാണ് ശരിക്കും AC എന്നൊരു കോൺസെപ്റ്റ് ആണ് ശരിക്കും പറഞ്ഞത്. കാരണം നമുക്ക് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ എറണാകുളം എന്ന് പറഞ്ഞ സ്ഥലം ശരിക്കും പറഞ്ഞാൽ കായലിനോട് അടുത്തിറങ്ങുന്ന സ്ഥലം. ശരിക്കും പറഞ്ഞാൽ കടലിനോട് അടുത്തിറങ്ങണേ. അപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഹ്യൂമിഡിറ്റി ഭയങ്കര ഹൈ ആണ്. അപ്പോൾ നമ്മൾ എന്തായാലും ശരിക്കും പറഞ്ഞാൽ എയർ കണ്ടീഷനിൽ തന്നെ ശരിക്കും വർക്ക്ഔട്ട് ചെയ്യണം. നിങ്ങൾക്ക് എപ്പോഴും റിസൾട്ട് കൂടുതലായിരിക്കും. അത് ഒരു എന്താ പറയുക, ഇനി ഫാറ്റ് ലോസ് എന്ന് പറഞ്ഞ ആൾക്കാരാണെങ്കിലും വെയിറ്റ് ഗെയിൻ എന്ന് പറഞ്ഞ ആൾക്കാരാണെങ്കിലും എങ്ങനെ വന്നുള്ള ആൾക്കാർക്കും റിസൾട്ട് കൂടുതൽ. കാരണം വെറുതെ എക്സോസ്റ്റ് ആയിട്ട് ഡീഹൈഡ്രേറ്റ് ആയിട്ട് നമ്മൾ പോകില്ല. അപ്പം ഈ ഒരു ഫീൽഡ് തിരഞ്ഞെടുക്കാൻ എന്താണ് കാരണം? ശരിക്കും ഫസ്റ്റ് എന്തായിരുന്നു ഞാൻ ഇപ്പം ചെയ്യണ ഫീൽഡായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യം പഠിച്ചത്. ഞാൻ കൊമേഴ്സ് പഠിച്ച് BCom ചെയ്ത ഒരാളാണ്. ഇതിലേക്ക് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഗവൺമെന്റ് സർവീസ് എഴുതിയെടുക്കണം എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ച്
എൻ്റെ ഹെൽത്തിന് ശരിക്കും സാധാ ഒരാൾ പോണ പോലെ തന്നെ ജിമ്മിൽ പോകേണ്ടത്. കാരണം ഒരു ബോഡി വെയിറ്റ് ഗെയിൻ ചെയ്യണം എന്ന രീതിയിൽ ഞാൻ ജിമ്മിൽ പോയത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം ഞാൻ ഭയങ്കര അണ്ടർ വെയിറ്റ് ആയിരുന്നു. ആ ഒരു എല്ലാവരും പറഞ്ഞ പോലത്തെ സെയിം റീസൺ തന്നെയാണ് എൻ്റെ. വെച്ചിട്ടുണ്ടെങ്കിൽ ബോഡി വെയിറ്റ് ഗെയിൻ ചെയ്യണം എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ ജിമ്മിൽ പോയത്. കുറച്ച് നാൾ പോയി ചെന്ന് നമുക്ക് അപ്പോഴും ഞാൻ PSC അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, എഴുതാനൊക്കെ നോക്കുന്നുണ്ട്, എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം പെട്ടെന്നാണ് എന്ത് ചെയ്ത് വേറൊരു വർക്ക് ചെയ്താലും ജിം എൻ്റെ ലൈഫിലൊരു മുഖ്യ ഘടകമാണ് എന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങി. പിന്നെ പോകുന്ന സമയത്ത് അപ്പോൾ ഓർത്ത് എന്തുകൊണ്ട് ഇത് തന്നെ ഒരു പാഷനും പ്രൊഫഷനും ഒന്നാക്കിയാൽ കൊള്ളാം എന്നൊരു ചിന്ത അപ്പോഴാണ് വന്നത്. അങ്ങനെയാണ് ട്രെയിനിങ് സൈഡിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. എന്തൊക്കെ ചെയ്യാൻ പറ്റും ആദ്യം ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നോർമൽ ആക്കാൻ ചെയ്യണ തന്നെ ബോഡി ബിൽഡിംഗ് തന്നെയാണ് ആദ്യം ഫോക്കസ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ബോഡി ബിൽഡിംഗ് ചെയ്തപ്പോൾ മനസ്സിലായി എന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ച് ചിലപ്പോൾ എനിക്ക് താങ്ങാൻ പറ്റാത്തൊരു കാര്യമാണ് ബോഡി ബിൽഡിംഗ്. ഭയങ്കര എക്സ്പെൻസീവ്, ഒരുപാട് പാഷൻ എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് എനിക്ക് ായിരുന്നു. അപ്പൊ ഞാൻ കൂടുതൽ ട്രെയിനിങ് സൈഡിലേക്ക് കൂടുതൽ തിരിഞ്ഞു. അങ്ങനെയാണ് ഇതിന്റെ കോഴ്സുകളും കാര്യങ്ങളൊക്കെ കൂടുതൽ ചെയ്യുന്നതൊക്കെ. ഇപ്പൊ ബോഡി ബിൽഡിംഗ് ഒന്നുമില്ല, പ്രോപ്പർ ട്രെയിനിങ് സൈഡ് മാത്രമേ ഉള്ളൂ. അതിന്റെ അഡ്വാൻസ്ഡ് സ്ട്രെങ്ത് ട്രെയിനിങ്, അതേപോലെ തന്നെ നമുക്ക് പ്ലയോമെട്രിക്സ് എന്ന് പറയും, ജമ്പിങ് വർക്കൗട്ടുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പം ഈ ട്രെയിൻ ചെയ്തത് എവിടെയാണ്, ട്രെയിനിങ് പഠിച്ചത് എവിടെ? അത് ശരിക്കും പറഞ്ഞാൽ BPC കോളേജ് മുംബൈ യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് ചെയ്തത്. പിന്നെ അതിന്റെ ഒപ്പം തന്നെ ഞങ്ങൾക്ക് ഇറപ്സ് എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ സർട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു. അതും കൂടി ഇൻക്ലൂഡ് ചെയ്താണ് നമ്മൾ ആ സർട്ടിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തത്. ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ സെലിബ്രിറ്റികൾ അവരുടെ ചില സീൻസുകളിൽ ചിലപ്പോൾ വെയിറ്റ് ലോസ് വേണ്ടി വരും, ചില വെയിറ്റ് കൂട്ടേണ്ട സാഹചര്യങ്ങളൊക്കെ വരും. അങ്ങനെയുള്ള വ്യക്തികളിലൂടെ വരാറുണ്ടോ? നമുക്ക് ഫിലിം സ്റ്റാർസ് ആയിട്ടുള്ള, പക്ഷെ നമുക്ക് ഡയറക്ടേഴ്സ്, അതുപോലെ ഫോട്ടോഗ്രാഫിക് ആൾക്കാർ, അങ്ങനെയുള്ള ടെക്നിക്കൽ വൈസ് ഉള്ള ഒരുപാട് ഫിലിമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ നമുക്ക് വരാറുണ്ട്. നമ്മളിവിടുത്തെ മെഷീനറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റി മെഷീനറി ആണ് അല്ലേ? നമുക്ക് ഓൾമോസ്റ്റ് ഉദയംപേരൂര് നോക്കുമ്പോഴത്തേക്കും ഇത്രയും സ്പേസിൽ, ഉദയംപേരൂരല്ല തൃപ്പൂണിത്തുറ വെച്ച് ഓക്കെയാണ്, കറക്റ്റ് ആണ്. തൃപ്പൂണിത്തുറ വെച്ച് നോക്കുമ്പോൾ ഇത്രയും കാർഡിയോ സെക്ഷനുള്ള ജിമ്മ് വേറെ ഇല്ല. തീർച്ചയായിട്ടും. അല്ല, നമ്മൾ ഇവിടെ അന്വേഷിച്ചപ്പോൾ കൂടുതലായിട്ട് നമ്മൾ അറിയപ്പെടുന്നത് ശരിക്കും പറഞ്ഞ സൺറൈസിന്റെ ഒരു ഫെസിലിറ്റീസിനെ കുറിച്ചാണ്. നമ്മൾ അത് ക്വാളിറ്റിയുള്ള മെഷീനാണ്. തന്നെ അറിയാം, നമുക്ക് സൺറൈസ് എക്യുപ്മെന്റ്സ് 8 years ആയിട്ടും ഒരു സ്റ്റെയിൻ പോലും ഇല്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ട് മെഷീൻ കിടക്കുന്നത്. അത് ആ ക്വാളിറ്റിയാണ്, ബിൽഡ് ക്വാളിറ്റി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. ഇത് നമ്മുടെ ഒരു മെഷീൻ പോലും നമ്മളൊരു എന്താ പറയാ സർവീസ് വന്നിട്ടുണ്ടെങ്കിൽ സർവീസ് വന്നാൽ പ്രോപ്പറായിട്ട് തന്നെ ചെയ്യാറ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും പെൻഡിങ് ഇടാറില്ല. അതുകൊണ്ട് അത് പക്കയാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും. ഓക്കെ ഓക്കെ. പിന്നെ എത്രത്തോളമാണ് നമ്മളിവിടെ വരുന്ന ക്ലയൻസിന് അവരുടെ ഫീഡ്ബാക്ക് എന്താണ്? അതിന് സിമ്പിളായിട്ട് ഞങ്ങളുടെ ഗൂഗിൾ പേജ് മാത്രം നോക്കിയാൽ മതി. അത് നമുക്ക് നോർമലി ഒരു സ്ഥാപനത്തിൻ്റെ റിവ്യൂ നോക്കി അറിയാൻ പറ്റുമല്ലോ. വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിടിച്ചേക്കണയാണോ അല്ലെങ്കിൽ ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടേക്കണയാണോ എന്ന്. ഞാൻ പേജ് മാത്രം നോക്കി അത് പ്രോപ്പറായിട്ടുള്ള റിവ്യൂ കാണാൻ പറ്റും. ഞാൻ എന്റെ സ്ഥാപനത്തെ പൂർത്തി പറഞ്ഞിട്ട് കാര്യമില്ല. ആവശ്യമില്ല. അല്ല, അത് ഞാൻ ചോദിക്കുന്നത് അതുകൊണ്ടാണ്. ഞാനിപ്പോൾ ഒരു ക്ലയന്റ് എന്നുള്ള നിലക്ക് ഞാൻ ചോദിക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു ഫീഡ്ബാക്ക് നമ്മൾ അറിയണമല്ലോ. ഓക്കെ, അത് നമ്മുടെ പ്രേക്ഷകർക്ക് അറിഞ്ഞാൽ അത് കുറച്ചും കൂടി എളുപ്പമാണ് കാര്യങ്ങൾക്ക്. ഇവിടെ എല്ലാവരും എന്താ പറയാ ഭയങ്കര പ്രൈവസി ആയിട്ട് നോക്കി വന്ന ക്ലയൻസ് ആണ് ഏറ്റവും കൂടുതൽ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് സമാധാനമായിട്ട് വർക്കൗട്ട് ചെയ്യണം, വേറെ ശല്യങ്ങളും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ള ക്ലയൻസ് ആണ് എനിക്ക് എല്ലാവരും ഇവിടെ ഉദയംപേരിൽ വന്നത്. ഇപ്പോൾ പറഞ്ഞല്ലേ ഇവിടുത്തെ ട്രെയിനിങ്ങും എത്ര പേരുണ്ട്? സൈഡ് ഞങ്ങൾ മൊത്തം ഇപ്പോൾ 4 പേരുണ്ട്. സൈഡ് ഫുള്ള് ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. അതിനൊപ്പം തന്നെ ഫ്രണ്ട് ഓഫീസിലൊക്കെ ആയിട്ട് ശരിക്കും ഒരു ഫാമിലി ബിസിനസ് പോലെ തന്നെയാണ് ഞങ്ങളത് കൊണ്ടുപോകുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേറെ ബ്രാഞ്ചുകളുണ്ടോ? ഞങ്ങൾക്ക് ഇരുമ്പനത്തുണ്ട്, ഇരുമ്പനത്ത് സീപോർട്ട് എയർപോർട്ടുണ്ട്. അത് ഇവിടെ മെമ്പർഷിപ്പ് എടുത്താൽ നമുക്ക് അവിടെയും ചെയ്യാം. അങ്ങനെയുണ്ട്, രണ്ടും കണക്ട് ചെയ്തിടാം നമുക്ക്. അതും AC ജിമ്മ് തന്നെയാണ്. അത് തുടങ്ങിയിട്ട് അധികം നാളായില്ല, ഇതിപ്പോ 1 year ആയിട്ടുള്ളൂ. ഓക്കെ ഓക്കെ. അപ്പം അതുപോലെ തന്നെ നമ്മളിവിടെ വരുന്ന ഒരു കസ്റ്റമർക്ക് എങ്ങനത്തേക്കുള്ള ട്രെയിനിങ്ങുകളാണ് നമ്മൾ കൊടുക്കുന്നത്? നമ്മൾ നോർമലി കൊടുക്കുന്നത് ഇപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതെന്തൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു പേഴ്സണൽ ട്രെയിനിങ് കാരണം പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും എന്തൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് നോക്കും, അതിന് വേണ്ടിയുള്ള ഡയറ്റും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യും. അതേപോലെ തന്നെ ഒരു നോർമൽ ട്രെയിനിങ് ആണെങ്കിൽ പോലും അവർക്കൊരു പ്രോഗ്രാം കസ്റ്റമൈസ് ചെയ്ത് അങ്ങനെ പ്ലാൻഡ് ആയിട്ടാണ് എല്ലാം പോണത്. ഓൾമോസ്റ്റ് നോർമൽ ട്രെയിനിങ് എടുക്കുന്ന ആൾക്കാരായാലും അല്ലെങ്കിൽ പേഴ്സണൽ ട്രെയിനിങ് എടുക്കുന്ന ആൾക്കാരായാലും അവർ നമ്മൾ പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ചെയ്ത് തന്നെയാണ് പോണേ, അവരുടെ റിസൾട്ടും കാര്യങ്ങളും ഒക്കെ. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ നോർമൽ
പഴയ രീതിയിൽ ഇപ്പോൾ എന്താ പറയുക ടീനേജേഴ്സ് ഇപ്പോൾ വെയിറ്റ് ഗെയിൻ ആയാലും അല്ലെങ്കിൽ വെയിറ്റ് ലോസ് വന്നാലും അതും നമ്മൾ അറ്റൻഡ് ചെയ്യാറുണ്ട്. കാരണം അതും ഇതിൻ്റെ ഒപ്പം ട്രെയിനിങ് സൈഡിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതെ. ഇപ്പൊ മെഷീനറി ആയിട്ടുള്ള എന്തൊക്കെയാ മെഷീനറികൾ ഇവിടെ ഉള്ളത്? നമുക്ക് കാർഡിയോ സെക്ഷൻ ആണെങ്കിൽ ഏകദേശം ഒരു 5 ത്രെഡ്മില്ല്, അതേപോലെ തന്നെ വരുമ്പോഴത്തേക്കും എലിപ്റ്റിക്കൽ ക്രോസ് ട്രെയിനർ എന്ന് പറയും, അത് 5 എണ്ണം, സൈക്കിൾ 5 എണ്ണം, പിന്നെ അഡ്വാൻസ് ആയിട്ട് റോയിങ് മെഷീൻ ഉണ്ട്. ഇത്രയും സെക്ഷൻ മാത്രം കാർഡിയോ സെക്ഷൻ എന്നുള്ള രീതിയിൽ വന്നത്. അപ്പൊ നമുക്ക് എത്ര പേര് വന്നാലും മാനേജബിൾ ആണ് ശരിക്കും പറഞ്ഞിട്ട്, സുഖമായിട്ട്. കാരണം എങ്ങനെ വന്നാലും അവർക്ക് ഒരു സാധനം കാർഡിയോ കിട്ടാതെ ഒരു വെയിറ്റിംഗ് സെക്ഷനായിട്ടോ ഒരു അവസരം ഇതുവരെയും വന്നിട്ടില്ല. 8 വർഷമായിട്ട് വന്നിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ ഒരു സൈഡിലേക്ക് ഫുള്ള് നമുക്ക് വെയിറ്റ് സെക്ഷൻ ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം എക്യുപ്മെന്റ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിറ്റ് റെസിസ്റ്റൻസ് തന്നെ മെഷീൻസ് ആണ്, സ്ട്രെങ്ത് മെഷീൻസ് എന്ന് പറയും. അതാണ് ഫുള്ള് ഒരു സൈഡ് ഫുള്ള് വന്നത്. അവിടെയാണെങ്കിലും എല്ലാ മെഷീൻസും ഓൾമോസ്റ്റ് ഡബിൾ മെഷീൻസ് ആണ്. സെയിം പാർട്ടിന് രണ്ട് മെഷീൻസ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളും ഇല്ല. നമുക്ക് കിട്ടാതെ പോണ സംഭവമില്ല, ക്യൂ നിൽക്കേണ്ട അവസരം. അല്ല, എല്ലാവർക്കും ഒരേ ടൈമിൽ തന്നെ അവർക്ക് മറ്റുള്ള ജിമ്മിനെ അപേക്ഷിച്ച് ഒരു പ്രത്യേകത പ്രീമിയം ക്വാളിറ്റി തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യണത്. അതുകൊണ്ടാണ് ജിമ്മ് ഇതുവരെയും നമുക്ക് എന്താ പറയുക ആ ഒരു ക്വാളിറ്റീൻ്റെ അകത്ത് ഇപ്പോൾ വന്ന് കയറിയാൽ തന്നെ നിങ്ങൾക്ക് കാണുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ലീനിങ് സൈഡ് ആണെങ്കിലും നമുക്ക് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഡെയിലി അത് ക്ലീൻ ചെയ്ത് പോകും എല്ലാ കാര്യമായാലും. ഫ്യൂച്ചർ പ്ലാൻ എന്താ? ഫ്യൂച്ചർ പ്ലാൻ ഞങ്ങൾക്ക് ഇനിയും ബ്രാഞ്ചസ് പോകണം. അത് തന്നെയാണ് ഫ്യൂച്ചർ പ്ലാൻ. മറ്റുള്ള സ്ഥലങ്ങളിലേക്കും എല്ലാവരെയും ശരിക്കും പ്രോപ്പർ എന്താണ് ഹെൽത്ത്, എന്താണ് ഫിറ്റ്നസ് എന്ന് മനസ്സിലാക്കി കൊടുക്കുക. ഇപ്പൊ ന്യൂജൻ കാലഘട്ടമാണ് അല്ലേ? ഇപ്പൊ പുതിയതായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാനായിട്ട് അവർക്ക് കൊടുക്കേണ്ട ഒരു മെസ്സേജ് നമ്മുടെ ഡ്രീം മീഡിയക്ക് വേണ്ടി മതിയാവും. അതായത് നമ്മൾ ഏത് ബിസിനസ് ആണെങ്കിലും ജിമ്മ് ഇപ്പൊ പലരും ചോദിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ഇവിടെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഓൾമോസ്റ്റ് 8-9 ജിമ്മ് ഇതിലുണ്ട്. അപ്പം ഞാൻ എന്നോട് പലരും ചോദിക്കണം എങ്ങനെ ഇതിൻ്റെ അകത്ത് പിടിച്ചിരിക്കണം എന്ന് ചോദിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ കോമ്പറ്റീറ്റേഴ്സ് വരണം, ശരിക്കും പറഞ്ഞാൽ പുതിയ ആൾക്കാരും വരണം. അപ്പോൾ പുതിയ ആൾക്കാർ വരുമ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു മേഖലയെ കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ട് ഇറങ്ങും. ശരിക്കും പറയണ്ടേ, ഇപ്പം അവിടെ ഒരു ജിമ്മിട്ട് എന്നാൽ ഞാനും ജിമ്മിടാം, അതിനെക്കുറിച്ച് പഠിക്കാതെയോ അതിനെക്കുറിച്ച് അറിയാതെ വന്നിട്ടിരുത്. പല പുതിയ ആൾക്കാർ വരുമ്പോഴാണ് ഇപ്പം ഞങ്ങൾ പഴയ ആൾക്കാരാവും പുതിയ ആൾക്കാർ വരുമ്പോൾ. അപ്പം നമുക്കും പല കാര്യങ്ങളും അവരുടെ മാർക്കറ്റിംഗ് സെൻറ്റർ ചിലപ്പോൾ നമുക്കും പഠിക്കാൻ പറ്റും. ശരിക്കും പല കാര്യങ്ങൾ പല ആൾക്കാരും മറ്റേ അന്നാണ് മാർക്കറ്റ് ഉഷാറാവുള്ളൂ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയൊരു ക്ലയൻറ്റ് വന്നാൽ എങ്ങനെയാണ് അവർക്ക് അവരുടെ മെമ്പർഷിപ്പ് രീതികളൊക്കെ നമ്മൾ പ്രേക്ഷകർക്ക് പറയാം? നമുക്കിവിടെ പാക്കേജാണ്. ഓൾമോസ്റ്റ് ഇപ്പോൾ 2 ജിമ്മിലും പാക്കേജ് തന്നെയാണ് ചെയ്യുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും എല്ലാ ജിമ്മുകളിലും ആൾക്കാർ ഒരു മാസത്തേക്കുള്ള ഫീ, അഡ്മിഷൻ ഫീ അങ്ങനെ നമ്മൾ അങ്ങനെയല്ല. നമ്മൾ ജിമ്മ് ഫുള്ളി യൂസ് ചെയ്യാനുള്ള പാക്കേജ് കൊടുക്കണം. നമ്മൾ നോർമലി ഒരു 1 മന്തിലേക്ക് നമ്മൾ ഇവിടെ കമ്പാരിറ്റീവ് എല്ലാ ജിമ്മിലേക്കാണ് നമ്മൾ റേറ്റ് കൂട്ടിയിടുള്ളൂ. കാരണം 1 മന്ത് എടുക്കണ്ട. കാരണം വേറെ ഒന്നുമല്ല, അവരെന്താണ് ഫിറ്റ്നസ് മനസ്സിലാക്കണം. ഒരു മാസം കൊണ്ട് ഒരിക്കലും ഒന്നും ചെയ്തെടുക്കാൻ പറ്റിയ കാര്യമല്ല ഫിറ്റ്നസ്. അതാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും മനസ്സിലാക്കേണ്ടത്. നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലോങ് പാക്കേജ് ഒരു 1 ഇയറിലേക്ക് നമ്മൾ ശരിക്കും 18,000 ആണ് ശരിക്കും വന്നത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു 12 മാസത്തെ ഡിവൈഡ് ചെയ്താൽ ഏതൊരു സാധാരണക്കാരും സാധാ ജിമ്മിൽ കൊടുക്കുന്ന പൈസയാണ് 1,500 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതും നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കാറുണ്ട്. ചിലപ്പോൾ 15, 16 ഒക്കെ നമ്മൾ ഓരോ വീട്ടിൽ നിന്ന് വന്ന മെമ്പേഴ്സിനനുസരിച്ച് അതൊക്കെ നമ്മൾ നമ്മുടെ പേഴ്സണലി ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. അത് മെയിനായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാര്യം എന്ന് വെച്ചാൽ ഇവർ ഇത്രയും നാളും ഏതൊരു സ്ഥലത്തും കൊണ്ടൊരു പൈസ കൊടുത്തു കഴിയുമ്പോൾ അത്രയും നാളും ഒരു മുടങ്ങാതെ വരും. അതാണ് ഞങ്ങളുടെ ഫോക്കസും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതാണ് വേണ്ടത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാസം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു ഹാർഡ് വർക്ക് എടുത്ത് അവരെ ഒന്ന് പഠിച്ചു വരുമ്പോഴേക്കും ഇവർ ഇട്ടിട്ട് പോകും. അതെ. അതുപോലെ നമ്മൾ ഓഫേഴ്സ് കാര്യങ്ങളുണ്ടോ? ഓഫേഴ്സ് ഒരു ഫാമിലിയിൽ നിന്ന് 2 പേര് അല്ലെങ്കിൽ 3 പേര് ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ച് നമ്മൾ പേഴ്സണൽ ഡിസ്കൗണ്ട് കൊടുക്കാറുണ്ട്. അത് 1 മന്ത്, 3 മന്ത്, 6 മന്ത്, 1 ഇയർ അങ്ങനെയാണ് പോണത്. അപ്പോൾ 1 മന്തിലേക്ക് നമ്മൾ ഡിസ്കൗണ്ട് കൂടുതൽ കൊടുക്കാറില്ല. ഏറ്റവും കൂടുതൽ 3 മന്ത്, 6 മന്ത്, 1 ഇയർ. 1 ഇയർ ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നല്ല ഓഫർ, നല്ല പാക്കേജാണ്. കാരണം ഒരു 1 ഇയറിലേക്ക് 15,000 എന്നാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1,250 രൂപയാണ് 12 മാസത്തേക്ക് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ഒരു മാസം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1,250 രൂപയേ ഉള്ളൂ. നമ്മളിപ്പോൾ നമ്മുടെ സ്ഥാപനത്തെക്കുറിച്ചും മറ്റുള്ള കാര്യത്തെ പറ്റിയൊക്കെ നമ്മൾ ഹെൽത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവച്ചു. നമ്മളിനി ഫാമിലിയിലേക്ക് നോക്കാം. ഓക്കെ, ഫാമിലിയെ കുറിച്ച് ആരൊക്കെ ഉണ്ട് ഫാമിലിയിൽ? നോർമൽ അച്ഛൻ, അമ്മ, വൈഫ്, കുട്ടി. ഓക്കെ. എത്രത്തോളമാണ് ഫാമിലിയുടെ സപ്പോർട്ട്? ഫാമിലിയുടെ സപ്പോർട്ട് ശരിക്കും ഈ ഫീൽഡിലേക്ക് ഞാൻ തിരിയണ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ആർക്കും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ലായിരുന്നു. കാരണം എല്ലാവരും കണ്ണി നോക്കുന്ന അന്നത്തെ രീതിയിലും
ജിമ്മിൽ പോണ് എന്തിനു പോണ് ആ രീതിയാണ് നോർമൽ. പക്ഷെ എൻ്റെ പല ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും ഇത് മാത്രമല്ല, എനിക്ക് വേറെ പല വർക്കിന് പോയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് എൻ്റെ പ്രൊഫഷൻ ഞാൻ തീരുമാനിച്ച ആദ്യം. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ട്, ഫ്രണ്ട്സ് ആയാലും റിലേറ്റീവ്സിൽ എൻ്റെ പല സപ്പോർട്ട് ചെയ്ത 1-2 ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്സിൽ 1-2 പേരുണ്ട് ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്തത് നന്നായിട്ട്. ഇപ്പം ഇല്ല, പുറത്താണ് ചിലരൊക്കെ. എന്നാലും ഇപ്പോഴും കൂടെ ഉണ്ട്. എന്ത് കാര്യത്തിനായാലും അതേപോലെ വിളിച്ചാലും, ഇപ്പൊ എന്റെ പുതിയ ബ്രാഞ്ചിന്റെ കാര്യം വന്നാലും, എടാ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പറയണം, ഫണ്ടിന്റെ ആയാലും അല്ലെങ്കിൽ വേറെ എന്ത് രീതിയിലും മാനസികമായിട്ടും എല്ലാം നമുക്ക് നല്ല സപ്പോർട്ടാണ് ഇപ്പോഴും. ആ പറഞ്ഞ വ്യക്തികളെല്ലാം നമുക്ക് നല്ല സപ്പോർട്ട് തന്നെയാണ് ഇപ്പോഴും. നമ്മൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അവർക്ക് എന്തെങ്കിലും ഓഫർ കൊടുക്കാൻ പറ്റുമോ? പിന്നെ ഒരു കുഴപ്പമില്ല, ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് മതി. നമുക്ക് ഈ വീഡിയോ കണ്ട് വന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നല്ലൊരു ഓഫേഴ്സ് ഡിസ്കൗണ്ട് നമുക്ക് സ്പെഷ്യൽ ഓഫർ ചെയ്ത് കൊടുക്കാം. മറ്റുള്ളവിടെ ഒന്നും കിട്ടാത്ത ഒരു സ്പെഷ്യൽ ഓഫറാണ് നമ്മൾ ഉറപ്പായിട്ടും മറ്റെങ്ങും കിട്ടാത്ത സ്പെഷ്യൽ ഓഫർ ചെയ്ത് തന്നിരിക്കും.